മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലോകത്ത് രണ്ട് കാര്യമുണ്ടായപ്പോ ഞാൻ സന്തോഷിച്ചതുപോലെ ലോകത്ത് മറ്റൊരു കാര്യമുണ്ടായപ്പോ ഞാൻ സന്തോഷിച്ചിട്ടില്ല. ഏറ്റവും അധികം സന്തോഷിച്ചത് രണ്ട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് നടന്നപ്പോഴാണ്. എന്താണ് നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒന്ന് പരിശുദ്ധ ഹജറുൽ അസ്വദ്, പരിശുദ്ധ മക്കാ മണ്ണിലെ മക്കാവിൻ മണമേ തിരുമുത്തായ മലരേ ഗുരുതാ റസൂലേ സലാം, റസൂൽ സലാം താ റസൂലേ സലാം. അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ മക്കാ മുക്കറമയിൽ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ തന്റെ കരങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് എടുത്തു വെച്ച ദിവസം പൊന്നാര നബി തങ്ങൾ പറയുന്നു, ആ ദിവസത്തെ പോലെ എന്റെ മനസ്സിന് സന്തോഷം തന്ന മറ്റൊരു ദിവസമില്ല. എന്റെ മനസ്സിന് ഏറ്റവും അധികം സന്തോഷം തന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹജറുൽ അസ്വദ് എടുത്തു വെച്ച ദിവസം, രണ്ടാമത്തെ കാര്യം ബാങ്ക് വിളിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചപ്പോഴാണ്. രണ്ടാമത്തെ സന്തോഷം എപ്പോഴാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടായത് എപ്പോഴാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ചില ചെറുപ്പക്കാർ പറയും, മമ്മൂട്ടിയുടെ ബോംബെ കാണാൻ പോയപ്പോൾ ആദ്യത്തെ ടിക്കറ്റ് കിട്ടിയപ്പോഴാണ് വലിയ സന്തോഷമായിരുന്നു, കണ്ടിറങ്ങിയപ്പോൾ ആ സന്തോഷം എന്ന് മാറാൻ ചെയ്തു. ചില സഹോദരിമാര് പറയും, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്കൊരു 10 പവന്റെ അറ്റ്ലസ് ജ്വല്ലറിയുടെ മാല കൊണ്ടുവന്നു. ഓ, എന്തോ ഒരു സന്തോഷമായെന്നറിയോ എൻ്റെ മനസ്സിൽ. പലർക്കും പല സന്തോഷമാണ്. ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കോളേജിൽ പരീക്ഷയുടെ റിസൾട്ട് സക്കാഫി ബിരുദമെടുത്ത ജാബിർ ഉസ്താദ് അല്ലെങ്കിൽ ബാക്കി ബിരുദമെടുത്ത ഞാൻ, നമുക്കൊക്കെ ചിലപ്പോൾ മനസ്സിന് സന്തോഷമുണ്ടായത് ചോദിച്ചാൽ ചിലപ്പോൾ പറയുന്നത് അതായിരിക്കാം. അങ്ങനെ ആവാനാണ് സാധ്യത, ദീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഓരോ മേഖലകൾ ഓരോരുത്തരുടെ മനസ്സിന്റെ ഇഷ്ടമാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം തന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹജറുൽ അസ്വദ് എടുത്തു വെച്ച ദിവസമാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്കെന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പിറന്ന ദിവസമാണ്. എന്റെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച ദിവസമാണ്. പെൺകുട്ടി പിറന്ന ദിവസമാണ്. സന്തോഷം. ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് ആൺകുട്ടി പിറക്കുമ്പോഴാണോ പെൺകുട്ടി പിറക്കുമ്പോഴാണോ? ഏറ്റവും അധികം ഒരാൾ ഒരു പിതാവ് സന്തോഷിക്കേണ്ടത് ആൺകുട്ടി പിറക്കുമ്പോഴാണോ പെൺകുട്ടി പിറക്കുമ്പോഴാണോ? എല്ലാവരും പറയും, സംശയമില്ല ഉസ്താദേ, ആൺകുട്ടികൾ പിറക്കുമ്പോൾ തന്നെയാണ്. ഇരിക്കുന്ന കണ്ടേ തൊപ്പിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട്. അല്ലാഹു തആല നമ്മുടെ മക്കളെ നാളെ പടവങ്കോടിന്റെ പരിസരത്ത് ദീനിന്റെ കാവൽ ഭടന്മാരായി നായകന്മാരാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഒരു ആണിനെയും പെൺകുഞ്ഞിനെയും കൊടുത്താൽ പെൺകുട്ടിയാണ് അയാളുടെ ഏറ്റവും വലിയ സന്തോഷമാകേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എനിക്ക് എന്റെ പൊന്നുമോള് പിറന്നപ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷമുണ്ടായത്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫാത്തിമത്തു ഖിത്അതു മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണ്. ഫമൻ അഹബ്ബഹാ, ആരെന്റെ ഫാത്തിമയെ ഇഷ്ടപ്പെടുന്നുവോ, ആ ഫാത്തിമയുടെ ചരിത്രമാർ ഇഷ്ടപ്പെടുന്നുവോ, ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം കേൾക്കാൻ പെരുമഴയത്ത് പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇരിക്കുമ്പോ അതിനെ ആരിഷ്ടപ്പെടുന്നുവോ, അല്ലാഹുവിന്റെ റസൂല് മദീനയുടെ മണമേറ്റ് കിടക്കുന്നു പുണ്യപൂമാരനായ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഹബ്ബനി ഫമൻ അഹബ്ബഹാ, എന്റെ ഫാത്തിമയെ ആരിഷ്ടപ്പെടുന്നുവോ, അഹബ്ബനി അവരെന്നെയും ഇഷ്ടപ്പെടുന്നതാ. ഫമൻ അബ്അദഹാ, ആരെന്റെ ഫാത്തിമയെ വെറുക്കുന്നുവോ, അബ്അദനി. പടവങ്കോട് പള്ളിയുടെ പരിശുദ്ധമായ പവിത്രമായ മുറ്റത്ത് ചരിത്രം പറയുന്നത് കൊണ്ട്, ആ മഹദിയോടുള്ള വെറുപ്പ് കൊണ്ട്, ആ ചരിത്രം
സ്വർഗത്തിനോടുള്ള അനിഷ്ടം കൊണ്ട് രണ്ടാമത്തെ നിലയിലിരുന്നു കൊണ്ട് സ്റ്റാർ സിംഗർ കണ്ടുകൊണ്ടിരിക്കുന്ന പടവങ്കോട്ടത്തെ പെങ്ങളെ സീരിയൽ കണ്ടുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് പട്ടുറുമാല് കണ്ടുകൊണ്ട് റിയാലിറ്റി ഷോകളുടെ അതിപ്രസരം അധികരിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സുകളെ പകർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പവിത്രമായ പള്ളിമുറ്റത്ത് പൊന്നാര നബിതങ്ങളുടെ കരളിന്റെ കഷണമായ പൊന്നുപോളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ സുഖശുദ്ധിയിൽ ആണ്ട് പൂണ്ട് കിടക്കുന്ന പെങ്ങളെ അല്ലാഹുവിന്റെ റസൂല് പറയാ ഫമൻ അബ്അദഹാ ആരെന്റെ പൊന്നുപോളെ വെറുക്കുന്നുവോ ആ ചരിത്രത്തെ ആര് വെറുക്കുന്നുവോ അത് കേൾക്കുന്നതിനെ ആര് നിരുത്സാഹപ്പെടുത്തുന്നുവോ അബ്അദനീ അവരെന്നെയും വെറുക്കുന്നതാ ഞാൻ അവരോട് കോപിക്കുന്നതാ നബി മുഹമ്മദ് മുസ്തഫ